ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ കുറച്ച് ദിവസം മുന്നേ എൽ ജിയുടെ SC9S എന്ന് പറയുന്ന സൗണ്ട് ബാറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ചില സുഹൃത്തുക്കൾ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സുഹൃത്തിൻ്റെ പേര് അതിൽ നിന്ന് പറയാം, യുവൻ ശങ്കർ. ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇതിൻ്റെ ഊഫർ സൈസ് എത്രയാണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഞാൻ 10 ഇഞ്ച് ആണെന്ന് പറഞ്ഞതെന്ന് തോന്നുന്നു. ഞാൻ റെഫർ ചെയ്ത് ചില വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചു, ഇത് 10 ഇഞ്ച് ആണോ, അദ്ദേഹം ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, 10 ഇഞ്ച് ആണോ, ഇതിൻ്റെ സൈസ് എത്രത്തോളം, ഇതിൻ്റെ ഒരു ബേസ് നമുക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തത്. കാരണം ഞാനിതിന് ഒരു ടേപ്പ് വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കി, അതിൻ്റെ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സൈസ് എത്രയാണെന്നുള്ളത്. കാരണം ഇത് മെഷർ ചെയ്തപ്പോഴത്തേക്ക് എന്തായാലും ഇത് 10 ഇഞ്ചില്ല, 10 ഇഞ്ചിൽ താഴെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സൈസ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ വലിപ്പത്തിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകും. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്, ഇതിൻ്റെ വീതി എത്രയാണ്, നീളം എത്രയാണെന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു വീതി വരുന്നത്. 8.85 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു വീതി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തായാലും 8 ഇഞ്ചോ അല്ലെങ്കിൽ 7 ഇഞ്ചോ വരുന്നൊരു ഊഫർ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾക്കുള്ളൊരു ഡൗട്ടാണ്, ഈ ഒരു 8 ഇഞ്ചാണെങ്കിൽ, 10 ഇഞ്ചിന് താഴെയുള്ളൊരു ഊഫർ ആണെങ്കിൽ ഇതിൻ്റെ ബേസ് എത്രത്തോളം നല്ലതാണെന്നുള്ളത്. തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുള്ള ബേസ് തന്നെയാണ്. കാരണം നമ്മളൊരു ചെറിയ വോളിയത്തിൽ, വളരെ കുറഞ്ഞ വോളിയത്തിൽ വെച്ചാൽ പോലും നമുക്ക് ആ ബേസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു മിഡ് റേഞ്ചിലോട്ട്, ഒരു മിഡ് ലെവലിലോട്ട് ഇതിൻ്റെ വോളിയം കൊണ്ടുവരുമ്പോഴത്തേക്കായിരിക്കും ഇതിൻ്റെ ഗംഭീരമായിട്ടുള്ള ബേസ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അതിലൊന്നും യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും LG ഈ ഒരു പ്രോഡക്റ്റിനകത്ത് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഇതൊരു വാല്യൂ ഫോർ മണി തന്നെയാണ്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, ഒരു 30,000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കണ്ണു അടച്ച് വാങ്ങിക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് ലൈറ്റ് ഞാൻ കുറച്ച് അങ്ങോട്ട് അടിച്ചതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് കാണുമ്പോൾ മനസ്സിലാവും. ഏകദേശം ഈ ഒരു ബോക്സിൻ്റെ ഒരു വളരെ ചെറിയ, എനിക്ക് 2 വശത്തും കൂടി എനിക്കൊന്ന് 1 ഇഞ്ച്, മാക്സിമം 1 ഇഞ്ച്, 1.5 ഇഞ്ചോ മാത്രമേ ഒരു സ്പേസ് ഉണ്ടാവുള്ളൂ. ബാക്കി റൗണ്ട് കാണുന്ന ഷേപ്പിനകത്താണ് സ്പീക്കർ നിൽക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഊഫർ നിൽക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 8 ഇഞ്ച് ഉണ്ടാവും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 7 ഇഞ്ച് ആയിരിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളത്. എന്നാൽ ഇതിൻ്റെ ബേസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. അടിപൊളി ബേസ് തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ഡിസിഷൻ എടുത്തതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ വീഡിയോ ഞാൻ കണ്ടതിന് ശേഷം ഒരാൾ, പവൻ എന്ന് പറയുന്നൊരു വ്യക്തി എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു, വളരെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരോട് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. കാരണം നിങ്ങൾ ഓഫ്ലൈനിലെയും ഓൺലൈനിലെയും പ്രൈസ് എപ്പോഴും ചെക്ക് ചെയ്യുക. കാരണം ഞാൻ ഇത് വാങ്ങുന്ന സമയത്ത് എനിക്കൊരു ഓണം ഓഫർ കഴിഞ്ഞിരുന്നു, ഏകദേശം കഴിഞ്ഞിട്ടും ആ ഒരു ഓഫറിലാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ എനിക്കൊരു 30,000 രൂപ അല്ലെങ്കിൽ 31,000 രൂപയോളം ആയുള്ളൂ ആ സമയത്ത്. പക്ഷേ ഇപ്പോഴത്തെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 35,000 രൂപയാണ്. ഓൺലൈനിലെ പ്രൈസ് ഞാൻ നോക്കും മിക്കവാറും കാണുന്നത് 35 മുതൽ 38 വരെ. അപ്പോൾ എപ്പോഴും ഓഫ്ലൈനിലെ പ്രൈസ് കൂടെ ചെക്ക് ചെയ്യുക. എവിടെയാണോ നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസിൽ ജെന്യൂൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടുന്നത്, തീർച്ചയായിട്ടും അവിടെ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓൺലൈനിലെ പ്രൈസ് മാക്സിമം കുറവാണ് കാണിക്കുന്നതെങ്കിൽ ആ ഒരു പ്രൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈനിൽ പോയിട്ട് അവരുമായിട്ട് ബാർഗെയിൻ ചെയ്ത് ആ ഒരു പ്രൈസിൽ നിന്ന് തന്നെ അവിടെ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റും. സോ അങ്ങനെ ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും ഒരിക്കലും ഓൺലൈനിൽ പോയി അല്ലെങ്കിൽ ഓൺലൈനിലെ പ്രൈസ് കണ്ടിട്ട് അതിൽ നിന്നോ അല്ലെങ്കിൽ ഓഫ്ലൈനിൽ പോയിട്ടോ ഡയറക്റ്റ് വാങ്ങുന്നതിന് മുന്നേ ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഓഫ്ലൈൻ ഷോപ്പുകാരുമായിട്ട് നിങ്ങൾ ബാർഗെയിൻ ചെയ്ത് മാക്സിമം കുറഞ്ഞൊരു പ്രൈസിന് വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യമാണ്. കാരണം ചില ആൾക്കാർക്ക് പ്രോഡക്റ്റ് ഇത് മാത്രമല്ല, മറ്റു പ്രോഡക്റ്റുകളാണെങ്കിൽ അതുപോലെ തന്നെയാണ്. എപ്പോഴും നമ്മളൊരു ഓൺലൈൻ ഒരു കമ്പാരിസൺ നടത്തി നോക്കിയതിന് ശേഷം മാത്രം പോയിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രം. ഓക്കെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ, ഇപ്പോൾ ഐഫോണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള മ്യൂസിക് സിസ്റ്റംസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നേരിട്ട് ഡയറക്റ്റ് പോയി അത് ഡയറക്റ്റ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളുടെ ഒരു ടേസ്റ്റിന് പറ്റിയ സൗണ്ട് തന്നെയാണോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങാൻ ശ്രമിക്കുക. കാരണം അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ളത്, ഇപ്പോൾ നമ്മളൊരു ബിലോ 10,000 ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് അത് കിട്ടുള്ളൂ. പക്ഷേ ഇത്രത്തോളം പൈസ 30,000 രൂപ അല്ലെങ്കിൽ 35,000 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, നിങ്ങളെ അത് രസിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വാങ്ങാൻ ശ്രമിക്കുക.
പിന്നെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.